റിലാക്സ് മാൻ. ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ മൂടാകുവന്നേ. ஃபர்ஸ்ட் இருந்தே கேக்குற யாரானே தெரியாது உனக்கு அவனை பத்தி தெரியுமா? சார்கிட்ட மலையாளத்தில் சொன்னா சாருக்கு புரியுமா? നീ സൊല്ലു പാപ്പാ, ഞാൻ കേപ്പോ എനിക്ക് പുരിയുണ്ടാ. ആർക്കും അറിയില്ല. ഫുൾ നെയിം എന്താന്ന് അറിയത്തില്ല, കണ്ട എങ്ങനെ ഇരിക്കുമോന്ന് അറിയത്തില്ല, കൊച്ചു പയ്യനാണോ അല്ലെങ്കിൽ വയസ്സുള്ളവനാണോ ആർക്കും അറിയത്തില്ല, മലയാളിയാണോ തമിഴനാണോ അതും അറിയത്തില്ല. ഇനിയിപ്പോ അറിഞ്ഞാ തന്നെ അറിഞ്ഞാരും ജീവനോട് ഇരുന്നിട്ടുമില്ല. നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കുറെ പേര് അന്വേഷിച്ചിരുന്നു. പക്ഷെ ഒരു 5 പേരെ ബോഡിയൊക്കെ കിട്ടി. ബാക്കിയുള്ളവര് കിട്ടിയതേ ഇല്ല. കൊന്നോ തിന്നോ എന്ന് ആർക്കും അറിയത്തില്ല. നമ്മളൊന്നും വിചാരിച്ചാ പോലും അവന്റെ അടുത്തെത്തില്ല. അവനൊന്നും ഒരു അടഞ്ഞ മിസ്റ്ററിയാ സർ, ആർക്കും അറിയാത്ത ഒരു മിസ്റ്ററി. പാപ്പാ ഇത്ത ബിൽഡപ്പ് പോതുണ്ടാ, ഇനിയും വേണം. പാപ്പാമേ പിടിക്കാൻ മുടിയുമാ പിടിക്കാൻ മുടിയാതാന്ന്. എന്റെ കുട്ടി, നീ ആ മഴയത്ത് ഏറിയിരിക്കാതെ ഇങ്ങോട്ട് ഒതുങ്ങി നിക്ക്. അവൻ വന്നോളും. ഇന്നോ ഒന്നില്ലേന്നല്ലോ അവൻ താമസിക്കുന്നേ. അല്ല മുത്തശ്ശി, എന്തോ മനസ്സിലൊരു ഭയം പോലെ. അമ്മായി, മാധവ മാഷിന് സ്കൂളിൽ വെച്ചിട്ട് നെഞ്ചുവേന ഉണ്ടായി. അങ്ങനെ സിറ്റിയിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുവാ. എന്റെ ഈശ്വര, എന്റെ കുട്ടി. മാമ, എനിക്ക് അച്ഛൻ ഇപ്പൊ കാണണം, ഒന്ന് കൊണ്ടുപോകൂ. മോളെ കരയാതെ കൊണ്ടുപോവാം. കുമാരന്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വരട്ടെ, നമുക്ക് പോവാം. കരയില്ലേ? മാധവ മാഷിന്റെ ആരെങ്കിലും? ഞാനാ അത് എന്റെ അച്ഛനാ. ഓ, മോളാണോ? ഒന്ന് വരുമോ? ഒന്ന് സംസാരിക്കണം. ലുക്ക്, അവിടെ വയസ്സായവര് ഉണ്ടായിരുന്നോണ്ടാ ഞാൻ അവളെ ഒന്നും പറയത്തത്. ടെൻഷൻ ആവണ്ട, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഡോക്ടർ, എന്റെ അച്ഛന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരും. കാരണം നെഞ്ചിലാ സ്ട്രോക്ക് വന്നേക്കുന്നു. അപ്പോ ഇത് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ സ്ട്രോക്കാ. പിന്നെ ഇത്രയും വയസ്സായില്ലേ, അതും കൂടാതെ വേറെ BP, പ്രഷർ അങ്ങനെയൊക്കെ ഉണ്ട്. സോ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരും. ഓപ്പറേഷനോ? ഇത്ര പെട്ടെന്നോ? ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം നല്ല രൂപത്തില്ലേ? അത്രയും പെട്ടെന്നൊന്നും പൈസ ഒന്നും എടുക്കാനില്ല ഡോക്ടർ ഞങ്ങളെ കയ്യില്. നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. നിങ്ങള് പറ്റുന്ന പോലെ അറേഞ്ച് ചെയ്യ്. ബാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പം തീരുമാനിക്കാം. പക്ഷെ വൈകാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യ്. മോളെ ഡോക്ടർ എന്താ പറഞ്ഞ? കുഴപ്പമൊന്നുമില്ലല്ലോ? ചേട്ടൻ ഓക്കെ അല്ലേ? മാമ, അത് പിന്നെ അച്ഛന് ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാ പറയുന്നത്. നല്ല രൂപയും പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ അച്ഛൻ. എന്റെ കണ്ണ, ഓപ്പറേഷനോ? പെട്ടെന്ന് എവിടുന്നാ പൈസ? ഈശ്വര. എന്താ ഡോക്ടർ വിളിച്ചത്? സോറി, എനിക്ക് ഇതുവരെ പൈസ ഒന്നും കിട്ടിയില്ല. ഐ നോ, ക്യാഷ് റെഡിയായി കാണില്ലാന്ന്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഓഫർ തരാം. നിനക്കിത് ഫുള്ളായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നീ ഇതിന് ഓക്കെ പറയാവൂ. അല്ലാതെ എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കല്ലേ. ഓക്കെ?
ഇല്ല ഡോക്ടർ, ഡോക്ടർ പറഞ്ഞു. എന്താ കാര്യം? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, മുംബൈയില വീട്, വലിയ ബിസിനസ്മാനാ. അവന്റെ വീട്ടില് ഇപ്പഴാണെങ്കി കല്യാണത്തിന് വേണ്ടിട്ട് നല്ല ഫോഴ്സ് ചെയ്യുക. അവനാണെങ്കി അതിന് പിടിക്കത്തുമില്ല. അങ്ങനെ അവൻ ഗതികെട്ട് ഒരു കോൺട്രാക്ട് മാരേജ് ചെയ്യാന്ന് അവൻ വിചാരിക്കുക. അങ്ങനെ എന്റെ അടുത്ത് ഈ കാര്യം സൂചിപ്പിച്ചു, ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അവന് കൊണ്ട് കൊടുക്കാൻ. എനിക്ക് തന്നെ അപ്പൊ ഓർമ്മ വന്നത്, തനിക്ക് ഓക്കെ ആണെങ്കിൽ അവൻ നിന്നെ മാരേജ് ചെയ്യും. പേടിക്കണ്ട, നിനക്ക് എത്ര കാശ് വേണോ അവൻ തരും. നിന്റെ അച്ഛന്റെ ഓപ്പറേഷനും അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള എല്ലാ പൈസയും അവൻ നിനക്ക് തരും. നിനക്ക് ഒരു കുറവും ഒരു പ്രശ്നവും അവന്റെ അടുത്തൊന്നും ഉണ്ടാവത്തില്ല. ഇതിന് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ അവനെ വിളിച്ചു തരാം. നിങ്ങൾ സംസാരിച്ചിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണം. അത് സൈൻ ചെയ്തിട്ട് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. അത് പിന്നെ എനിക്ക് ആകെ എന്റെ അച്ഛനും മുത്തശ്ശിയേ ഉള്ളൂ. ആ അച്ഛൻ കഴിഞ്ഞിട്ടേ എനിക്ക് എന്തും ഉള്ളൂ. അച്ഛന്റെ കാര്യത്തില് എനിക്ക് തിരിഞ്ഞു പിരിഞ്ഞു നോക്കാനില്ല. എനിക്ക് ഓക്കെ, എവിടെ ഒപ്പിടേണ്ടെന്ന് വെച്ചാ തന്നാ മതി, ഞാൻ ഒപ്പിട്ട് തന്നോളാം. ഞാൻ ഒന്നും കൂടെ പറയുന്നുണ്ട്, നല്ല പോലെ ആലോചിച്ച് മാത്രം മതി. പൈസക്ക് ആവശ്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ വന്ന് പറയുന്നത്. നിനക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, അത് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. നീ നല്ല പോലെ ചിന്തിച്ചിട്ട് പറ, ഓക്കെ? ആ ഡോക്ടർ വിളിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയിട്ടില്ല. നിങ്ങൾക്ക് എല്ലാം അറിയാലല്ലേ. അങ്ങനെ നമ്മളെ കയ്യിൽ തരാനൊന്നുമില്ല. ആകെ ഇവിടെ അമ്മ ഇവൾക്ക് വേണ്ടി വച്ചിരുന്ന കുറച്ചേ ഉള്ളൂ ഇവിടെ. അല്ലാതെ വേറെ ഒന്നും ഞങ്ങളെ കയ്യിലില്ല തരാൻ. നിങ്ങൾ ഒന്നും തരേണ്ട ആവശ്യമില്ല, നിങ്ങളെ മോളെ മാത്രം ഞങ്ങൾക്ക് തന്നാ മതി, ഓക്കെ? പിന്നെ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് നടത്തണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവളെ അമ്മയ്ക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ഇവളെ കല്യാണം നമ്മളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടത്തണമെന്ന്. പക്ഷെ അവൾക്ക് കാണാൻ പറ്റില്ല. കുഴപ്പമില്ല, അവള് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ദൈവം നടത്തണം, അതാ ഞങ്ങളേക്കാ ആഗ്രഹം. എന്തിനെങ്കിലും റിക്വസ്റ്റ് ചെയ്യുന്നേ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഓക്കെയാ. ഇവിടത്തെ ക്ഷേത്രത്തിൽ വെച്ച് നടത്താം. നിനക്ക് ഓക്കെ അല്ലേടാ? നീ തീണ്ടും ഇടം തിത്തിക്കുമേ, ഇനി ബാക്കിയുടമ്പും ചെയ്യ വേണ്ടും ബാക്കിയമേ. കുറുക്ക് ചിരുത്തവളെ, എന്നെ കുങ്കുമത്തിൽ കരച്ചവളെ, നെഞ്ചിൽ മഞ്ചത്തെച്ച് കുളിക്കയിൽ கொலுசுக்குள் மணியாக என்ன கொஞ்சம் അതെ, നമ്മള് പ്ലെയിനിലാണോ പോകുന്നേ? യെസ്. എന്തേ, പേടിയുണ്ടോ? പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ധൈര്യശാലിയോ. Then come. എന്റെ കൃഷ്ണ, എന്നെ കാത്തോണ്ണേ, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഈശ്വരാ കാത്തോണ്ണേ. പെട്ടെന്നെത്തിയോ? ആ ഫിലിപ്പ് കമ്മിങ്. ഇവരൊക്കെ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. തനിക്ക് എന്ത് വേണമെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി, ഓക്കെ? പിന്നെ എല്ലാവരോടും കൂടായിട്ട് നല്ലതുപോലെ ഇവളെ നോക്കിക്കോണം. ഇവൾ എന്ത് പറഞ്ഞാലും കേട്ടോണം. ഗോട്ട് ഇറ്റ്? ഓക്കെ, ദെൻ എന്റെ കൂടെ വാ.
ദിസ് ഈസ് റൂം. ഓക്കെ, എന്നാ താൻ ചെന്ന് റെസ്റ്റ് എടുത്തോ. എനിക്ക് കുറച്ച് വർക്കുണ്ട്. നമുക്ക് പിന്നെ കാണാം. ബൈ. ഓയ് വൈഫി, താൻ എന്ത് ചെയ്യാ? ആ അത് പിന്നെ ചുമ്മാ ഇങ്ങനെ നോക്കിയോണ്ട് നിന്നതാ. ഓക്കെ, എന്താടോ, തനിക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? അത് പിന്നെ അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്കാൻ തോന്നുക, അപ്പൊ ഒന്ന് വിളിക്കാനൊന്ന്. എന്താ, കോൺട്രാക്ട് വെച്ചിട്ടല്ലേ നീ ഒപ്പിട്ടത്? ലുക്ക്, ഇനി തൊട്ട് നിനക്ക് ഒരേ ഒരു അവകാശിയുള്ളൂ. അത് ഈ ഞാൻ മാത്രമേ ഉള്ളൂ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ചോദിക്കാൻ പാടില്ല. ഗോട്ട് ഇറ്റ്? ആ ശരി, ഞാനിനി ചോദിക്കില്ല. ശരി, പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. എന്താ ഭാര്യ, മോർണിംഗ് തന്നെ എന്നെ സെഡ്യൂസ് ചെയ്യുവാണോ? ആ എന്താന്നാ പറഞ്ഞേ? മനസ്സിലായില്ലേ?